welcome back. Student evaluation വേണ്ടി Moodle പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ക്വിസ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ക്വിസ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ക്വിസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് മോഡിൽ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ എ റിസോഴ്സ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്വിസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ക്വിസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വിസിബിൾ ആയിരിക്കും. അവിടെ ക്വിസിൻ്റെ നെയിം നമുക്ക് കൊടുക്കാം, ആക്ടിവിറ്റി 1. ഞാനതിനെ റീനെയിം ചെയ്യുവാണ്. I give it as റിവ്യൂ ആക്ടിവിറ്റി 1. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് ടൈമിംഗ് സെറ്റ് ചെയ്യാം. ക്വിസ് എപ്പോൾ ഓപ്പൺ ആവണം, എപ്പോൾ ക്ലോസ് ആവണം. അപ്പം ഡേറ്റ് അതേമാതിരി എനിക്ക് ടൈം സെറ്റ് ചെയ്യാം. ഇനി ക്ലോസ് ടൈം സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലോസ് ടൈമിൻ്റെ ഇവിടെ നമുക്ക് ചെക്ക് ബോക്സ് ടിക്കിൻ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ക്വിസിൻ്റെ ക്ലോസ് ടൈം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോസിബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ക്വിസിൻ്റെ ടൈം ലിമിറ്റ് ആണ്. അപ്പം ഇവിടെ ടൈം ലിമിറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന എനേബിൾ എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് എത്ര ടൈമാണ് ക്വിസ് എന്നുള്ളത് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്വിസ് ടൈം ലിമിറ്റ് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ചെയ്യണോ, ആ ഒരു ക്വസ്റ്റ്യൻ അവർ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഓപ്പൺ അറ്റംപ്റ്റ്സ് ആർ സബ്മിറ്റഡ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് റിവ്യൂ ഓപ്ഷൻസ് ആണ്. റിവ്യൂ ഓപ്ഷൻ്റെ അകത്ത് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ഓപ്ഷൻസ്, അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് വാട്ട് ഓൾ ഈസ് അവൈലബിൾ, എന്തൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ക്വിസ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത്, ക്വിസ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് വിസിബിൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കറക്റ്റ് ആൻസർ കാണിക്കണോ, അറ്റംപ്റ്റ് കാണിക്കണോ, മാർക്ക് കാണിക്കണോ. നമുക്ക് വേണ്ടതെല്ലാം ടിക്കിൻ ചെയ്യുക, ചെക്ക് ചെയ്യുക. അതല്ലാത്തത് ചെക്ക് ഔട്ട് ചെയ്യാം. ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് വിൽ നോട്ട് വർക്ക്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എക്സ്ട്രാ റെസ്ട്രിക്ഷൻസ് ഓൺ അറ്റംപ്റ്റ് ആണ്. നമുക്കിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി കംപ്ലീഷൻ. കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ആക്ടിവിറ്റി കഴിയുമ്പോൾ നമുക്ക് കണ്ടീഷൻസ് ആർ മെറ്റ്, ഷോ ആക്ടിവിറ്റി ഇസ് കംപ്ലീറ്റ് വെൻ കണ്ടീഷൻസ് ആർ മെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് റിവ്യൂ ആക്ടിവിറ്റി നമ്മുടെ കറണ്ട് സെഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം അല്ലേ? സോ അതിനു വേണ്ടി നമ്മൾ എഡിറ്റ് മോഡ് ടേൺ ഓഫ് ചെയ്യുക. അതിൻ്റെ ശേഷം റിവ്യൂ ആക്ടിവിറ്റി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്വിസ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടില്ല അല്ലേ? സോ നമുക്കിവിടെ എഡിറ്റ് ക്വിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ റൈറ്റ് സൈഡിൽ ആഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും ഉണ്ടാവും. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പല ഓപ്ഷൻസ് ആണ്. ഒന്ന് ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക്, അല്ലെങ്കിൽ റാൻഡം ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂഡിലേക്ക് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രം എ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നും, അതല്ല നമ്മളൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ എ ന്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഇവിടെ വിസിബിൾ ആണ്. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ്, ട്രൂ ഓർ ഫാൾസ്, മാച്ച് ദ ഫോളോയിങ്,
അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഏത് ക്വസ്റ്റ്യൻ ആണോ, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ നമ്മുടെ സബ്ജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് റിക്വയർഡ് ആകുന്നത്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്യുന്നത്. ആഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനുള്ള നെക്സ്റ്റ് വിൻഡോ അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യന് ഒരു നെയിം കൊടുക്കാം. എനിക്ക് Q1 എന്ന് പറയുന്ന നെയിം ഞാൻ കൊടുത്തു. ഇനി ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യണം. റൈറ്റ് ദ ലാംഗ്വേജ് generated by the grammar A is AB or A B gives BB or epsilon. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇതിന് ഡിഫോൾട്ടായിട്ട് 1 ആണ് മാർക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് മാർക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എനിക്ക് അറിയേണ്ടത് 1 or മൾട്ടിപ്പിൾ ആൻസേഴ്സ്. 1 or മൾട്ടിപ്പിൾ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ചോയ്സിൽ ഒരു ആൻസർ മാത്രമാണോ കറക്റ്റ്, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ഇതിന് പോസിബിൾ ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് പോസിബിൾ ആണെങ്കിൽ നമ്മൾ ഗ്രേഡ് കൊടുക്കുമ്പോൾ പെർസെൻറ്റേജ് ഗ്രേഡ് ആയിരിക്കും കൊടുക്കുന്നത്. സിംഗിൾ ആൻസർ ആണെങ്കിൽ കറക്റ്റ് ആൻസറിന് 100%, രണ്ട് ആൻസറും കറക്റ്റ് ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും 50% മാർക്കായിരിക്കും നമ്മൾ അസൈൻ ചെയ്യുന്നത്. സോ AB ഒരെണ്ണം AB എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്. സോ ദിസ് ഇസ് ട്രൂ, 100% കൊടുക്കുന്നു. നെക്സ്റ്റ് ABA ഇത് തെറ്റാണ്, അതിന് ഗ്രേഡ് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ABAB ഇങ്ങനെ ഒരു സ്ട്രിങ്, അതും തെറ്റാണ്. 3 ചോയ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് കൊടുക്കണമെങ്കിൽ മൾട്ടിപ്പിൾ ട്രൈസിൽ പെനാൽറ്റി എത്രയാണ്, 25% പെനാൽറ്റി നമുക്ക് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പ്രൊവിഷൻ ഉണ്ട്. ഇനി സേവ് ആൻഡ് കണ്ടിന്യൂ എഡിറ്റിംഗ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണാം. ഓക്കെ, ദിസ് ഇസ് ഹൗ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള പ്രിവ്യൂ നമുക്ക് വിസിബിൾ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചേഞ്ചസ് കൊടുക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആഡായി. ഓക്കെ, സിമിലർലി എനിക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡിൻ്റെ സൈഡിൽ വരുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാനൊരു ഷോർട്ട് ആൻസർ ആണ് കൊടുക്കുന്നത്. ചൂസ് ചെയ്തു, ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ക്വസ്റ്റ്യൻ്റെ നമ്പർ വന്നു, QP2 എന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പ് ഇൻ ചെയ്യാം. എനിക്ക് the language generated by the grammar E gives E plus E or E into E or E or epsilon ambiguous. Explain the reason of your answer. Okay,
ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ മാർക്ക് കൊടുത്തു. ഇനി നമുക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ആൻസർ എന്ന് പറയുന്നത് ആംബിഗ്വസ് ആണ്. യെസ് എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഞാൻ യെസ് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂടെ എന്ത് ആൻസർ വന്നാലും എനിക്ക് കറക്റ്റാണ് അല്ലേ? യെസ് എന്ന് പറയുന്ന ഉത്തരം വന്നു കഴിഞ്ഞാൽ ആൻസർ കറക്റ്റാണ്. സോ ഞാനിവിടെ ആൻസർ യെസ് കഴിഞ്ഞിട്ട് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ കൊടുക്കുന്നതിൻ്റെ അർത്ഥം ഇത് കഴിഞ്ഞ് വരുന്ന എല്ലാ ആൻസേഴ്സും എല്ലാ വേർഡ്സും അത് ആക്സെപ്റ്റഡ് ആണ്. അതെല്ലാം നമുക്കൊരു 2 word ആൻസർ ആണ്. ആംബിഗ്വസ് ഗ്രാമർ അതാണ് എൻ്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഈസ് ദ ലാംഗ്വേജ് ജനറേറ്റഡ് ആംബിഗ്വസ്. ഒന്നെങ്കിൽ കുട്ടികൾ യെസ് എന്ന് പറഞ്ഞ് കൊടുക്കാം, അതല്ലെങ്കിൽ അനദർ പോസിബിലിറ്റീസ് ആംബിഗ്വസ് എന്നവർ കൊടുക്കും. ആംബിഗ്വസ് എന്ന് പറഞ്ഞ് അവർ കൊടുക്കും. അതല്ലെങ്കിൽ അവർ കൊടുക്കാൻ പോകുന്ന പോസിബിൾ ആൻസർ ആണ് ആംബിഗ്വസ് ഗ്രാമർ എന്നവർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത്രയൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. എല്ലാ പോസിബിലിറ്റിയും ഞാൻ ആഡ് ചെയ്തു, സേവ് ചേഞ്ചസ് കൊടുത്തു. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനായി. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും സ്കോർ കൊടുക്കാൻ വിട്ടുപോയി. അതാണ് എറർ വന്നിരിക്കുന്നത്. ഈ ഒരു ആൻസർ വന്നാലും 100% മാർക്കാണ്. ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറഞ്ഞാലും 100% മാർക്കാണ്. സോ ഐ ഹാവ് മേഡ് ദ ചേഞ്ചസ്. ഈ ഒരു ടേം ഉണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് എ ഫുൾ സ്കോർ. ഇനി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓരോരോ പേജിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ കൊടുത്താൽ എനിക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് അത് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പോസിബിൾ ആണ്. ഓക്കെ, ഇനി ഇതിപ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്വിസ് കഴിഞ്ഞെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ക്വിസ് സേവ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ റിവ്യൂ ആക്ടിവിറ്റി, എനിക്ക് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് കുറച്ച് സെറ്റിങ്സ് മാറ്റണം. ഓക്കെ, ലൈക്ക് എനിക്ക് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്, ഒരു പ്രാവശ്യം കുട്ടി അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 2 ടൈം കുട്ടീനെ അറ്റംപ്റ്റ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യാം. അതേമാതിരി ഗ്രേഡിങ് എനിക്ക് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി റിവ്യൂ ആക്ടിവിറ്റി എടുത്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഗിയർ മെനു ഉണ്ട്. അതിൽ ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എഡിറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആ ഓപ്ഷനിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് കാറ്റഗറിയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് എത്ര ടൈം കുട്ടി അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 1 അറ്റംപ്റ്റോ 2 അറ്റംപ്റ്റോ അൺലിമിറ്റഡ് അറ്റംപ്റ്റോ. ഞാൻ പറയണ മാക്സിമം 2 അറ്റംപ്റ്റ് മതി. ഇനി അതിൻ്റെ ഗ്രേഡിംഗ് മെത്തേഡ് എനിക്ക് ആവറേജ് ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ മാർക്ക്, അല്ലെങ്കിൽ ലാസ്റ്റ് അറ്റംപ്റ്റിൻ്റെ മാർക്ക്, അല്ലെങ്കിൽ ഹയസ്റ്റ് ഗ്രേഡ്, അല്ലെങ്കിൽ ആവറേജ് ഗ്രേഡ്. ഞാനിവിടെ ആവറേജ് ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യണം. സോ കുട്ടിക്ക് മാക്സിമം 2 അറ്റംപ്റ്റ്സേ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. ഗ്രേഡ് എന്ന് പറയുന്നത് 2 അറ്റംപ്റ്റിലും രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ആൻസർ ശരിയാണെങ്കിൽ 50% മാർക്കേ കുട്ടിക്ക് കിട്ടുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വിസ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.